നമസ്കാരം. HTV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂർ നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്ന നാടോടികൾക്കിടയിലേക്ക് പാഞ്ഞുകയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 7 പേർക്ക് പരിക്ക്, 3 പേരുടെ നില ഗുരുതരം. ലൈസൻസ് ഇല്ലാത്ത ക്ലീനറാണ് മദ്യലഹരിയിൽ വാഹനമോടിച്ചിരുന്നതെന്ന് പോലീസ്. മനഃപൂർവമായ നരഹത്യയ്ക്ക് കേസെടുത്തു. തൃശൂർ മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട ലോറി വൈദ്യുതി തൂണിലിടിച്ച് 5 പേർക്ക് പരിക്ക്. ക്ഷീരമേഖലയുടെ ഉന്നമനത്തിനായി മിൽമ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സർക്കാർ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പശു വളർത്തൽ ജീവിതത്തിന്റെ ഭാഗമാകണം. ഫാമുകൾക്ക് വേണ്ട ലോൺ സൗകര്യം ഉൾപ്പെടെ എല്ലാ സാഹചര്യങ്ങളും സർക്കാർ ഒരുക്കുമെന്നും മന്ത്രി. ദേശീയ ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട്. പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ BJP CPM കൗൺസിലർമാർ ഏറ്റുമുട്ടി. കയ്യാങ്കളിയിൽ കലാശിച്ചത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാക്കേറ്റം. BJP കൗൺസിലർമാരെ പ്രകോപിതരാക്കിയത് തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് എവിടെ പോയെന്ന CPM കൗൺസിലർമാരുടെ പരിഹാസം. ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷം പിന്നിട്ടിട്ടും മണ്ണൂരിലെ പകൽവീട് അടഞ്ഞുകിടക്കുന്നു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ ഏകോപനത്തിൽ പകൽവീട് ഒരുക്കിയത് 1-ാം മൈൽ ഗാദിക്ക് സമീപം. പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് പകൽവീട് പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യം ശക്തം. പ്രഭാതം ഭരത് ബാലംകെ നായർ സ്മാരക നാടകോത്സവത്തിൽ പ്രേക്ഷക പ്രശംസ നേടി കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം മുന്നോട്ട് വെച്ചത് ശക്തമായ സ്ത്രീപക്ഷ നിലപാട്. ഇന്ന് വൈകിട്ട് 7-ന് കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം. വാർത്തകൾ വിശദമായി. തൃശൂർ നാട്ടികയിൽ തടികയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്ന നാടോടികൾക്കിടയിലേക്ക് പാഞ്ഞുകയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. മദ്യലഹരിയിൽ ലൈസൻസ് ഇല്ലാത്ത ക്ലീനറാണ് വാഹനമോടിച്ചിരുന്നത്. സംഭവത്തിൽ മനഃപൂർവമായ നരഹത്യയ്ക്ക് കേസെടുത്തു. പോലീസ് ഡ്രൈവറുടെയും ക്ലീനറുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഗോവിന്ദാപുരം സ്വദേശികളായ 50 വയസ്സുള്ള കാളിയപ്പൻ, 4 വയസ്സുള്ള ജീവൻ, 39 വയസ്സുള്ള നാഗമ്മ, 20 വയസ്സുള്ള ബംഗാരി, 1 വയസ്സുള്ള വിശ്വ എന്നിവരാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. പരിക്കേറ്റ 7 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നാട്ടിക JK തിയേറ്ററിനടുത്ത് പുലർച്ചെ 4 മണിയോടെയായിരുന്നു ദാരുണമായ സംഭവം. ഇവർ ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് ലോറി പാഞ്ഞു കയറുകയായിരുന്നു. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് തടി കയറ്റിപ്പോയിരുന്ന ലോറിയാണ് ആളുകൾ ഉറങ്ങിക്കിടന്ന ഇടത്തേക്ക് ഇടിച്ചു കയറിയത്. ബാരിക്കേഡ് മറികടന്നു വന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത്. ഒരു 3:50-4 മണിയോട് കൂടിയിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് വടക്ക് നിന്ന് വന്നൊരു വണ്ടിയാണ്. കണ്ണൂരിൽ നിന്നാണ് വണ്ടി വന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ ഡിവൈഡറിൽ തട്ടിയിട്ട് ഏകദേശം ഒരു 50 മീറ്റർ അപ്പുറത്തായിട്ടാണ് നാടോടികൾ കിടന്നിരുന്നത്. ഒരു 3 മാസങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ ഇവരുടെ നാട്ടിലേക്ക് പോകും. ഒരു 30ഓളം പേര് ഈ സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ. ഒരു 11 പേർക്കാണ് ഇതിപ്പോൾ സംഭവിച്ചുള്ളത്. ഒരു 5 പേര് മരണപ്പെട്ടു. ബാക്കി ഒരു 6 പേർക്കാണ് ഇപ്പോൾ പരിക്കുകളുള്ളത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ ലൈസൻസ് ഇല്ലാത്ത വാഹനത്തിൻ്റെ ക്ലീനർ അലക്സാണ് മദ്യപിച്ച് വാഹനമോടിച്ചതെന്ന് വൈദ്യപരിശോധനയിൽ കണ്ടെത്തി. എന്ന് മെഡിക്കൽ പരിശോധനയിൽ നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. മുൻ കേസുകളിൽ ഉള്ളവരാണ് എന്നും ഒന്നും ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പം വണ്ടി ഓടിച്ചത് ക്ലീനറാണോ എന്നൊരു സംശയം നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല എന്നാണ് നമ്മൾ വിവരം മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഇപ്പോഴും ഒരു മദ്യലഹരിയിലുള്ളത് കൊണ്ട് കുറച്ചും കൂടി വിശദമായി ചോദിക്കേണ്ടിയുണ്ട്. ദൃക്സാക്ഷികളെ കണ്ട് ചോദിക്കേണ്ടിയുണ്ട്. ഈ സംഭവത്തിന് ശേഷം വണ്ടി അവർ 1 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ ഇവരെ കണ്ട ദൃക്സാക്ഷികളെ കുറച്ചും കൂടി കാണേണ്ടിയുണ്ട്. സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശോധനകൾ ഇനിയും കൂടി ചെയ്യേണ്ടിയുണ്ട്. വാഹനത്തിൻ്റെ യഥാർത്ഥ ഡ്രൈവർ കണ്ണൂർ സ്വദേശി ജോസും മദ്യപിച്ച് വാഹനത്തിലുണ്ടായിരുന്നു. മനഃപൂർവമായ നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തു.
മദ്യപിച്ചിട്ടാണ് ഡ്രൈവർ വണ്ടി ഓടിച്ചിട്ടുള്ളത്. ഡ്രൈവറും വണ്ടി ഓടിച്ചിരുന്ന ആൾ നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇടിച്ച് ഇങ്ങോട്ട് കയറിയത്. കാരണം നല്ലോണം കവേർഡ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് വണ്ടി വരാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ അതാണ് ഇടിച്ച് കയറിയിട്ടുള്ളത്. അപ്പോൾ ഡ്രൈവറും ക്ലീനറും വണ്ടിയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. എന്തായാലും ഈ സംഭവത്തിനെക്കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിനോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ട നടപടി ഇതിൻ്റെ ഇന്ന് തന്നെ നമ്മൾ വിട്ടുകൊടുക്കും. അതിനുള്ള നാട്ടിലെത്തിക്കും. അവർ ഓരോരുത്തർ വീട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം പരിക്കേറ്റ് ചികിത്സയിലുള്ള 7 പേരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നാട്ടിക വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള ചിലവ് സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം നൽകുന്ന കാര്യം പരിഗണനയിലുണ്ട്. തുടർ നടപടികൾക്കായി തൃശൂർ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി അറിയിച്ചു. നാട്ടിക വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ ചെലവുകളും സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം നൽകുന്ന കാര്യം പരിഗണിക്കും. സംസ്കാരത്തിൻ്റേതുൾപ്പെടെയുള്ള ചെലവുകൾ സർക്കാർ വഹിക്കും. തൃശൂരിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചുമതല ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ കളക്ടർ മരണപ്പെട്ടവരുടെ വീട്ടിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 7 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ക്ഷീരമേഖലയുടെ ഉന്നമനത്തിനായി മിൽമ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ദേശീയ ക്ഷീര ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലിലും പാലുൽപ്പന്നങ്ങളിലും സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യം വെച്ചാണ് സർക്കാരും മിൽമയും പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ക്ഷീരമേഖലയിൽ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കിയെങ്കിലും പാലിനായി അന്യസംസ്ഥാനങ്ങളെ ഇപ്പോഴും ആശ്രയിക്കേണ്ടി വരികയാണ്. ഇതിന് മാറ്റം വരണം. പശു വളർത്തൽ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഫാമുകൾക്ക് വേണ്ട ലോൺ ഉൾപ്പെടെ എല്ലാ സൗകര്യവും സർക്കാർ ഒരുക്കി നൽകും. ആധുനിക സാങ്കേതികവിദ്യയിൽ മിൽമയുടെ ഉൽപ്പന്നങ്ങൾക്ക് രാജ്യാന്തര സ്വീകാര്യത ലഭിക്കുന്നത് അഭിമാനകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വലിയ ശക്തമായ ചൂട് നമ്മുടെ കേരളത്തിലുണ്ട്. 550 പശുക്കളാണ് കേരളത്തിൽ മരണപ്പെട്ടത്. അതുകൊണ്ട് മാത്രം നമുക്കറിയാം. അതിൽ തന്നെ വന്ന കടുത്ത മഴ അതിശക്തമായ നിലയിലുണ്ടായിരുന്നു. വയനാട് വീട്ടിൻ്റെ ദുരന്തം നമ്മൾ കണ്ടു. ആ ഉരുൾപൊട്ടലിൽ ഒട്ടേറെ നമ്മുടെ ക്ഷീര കർഷകരുടെ വീട് നഷ്ടപ്പെടുകയും പശുക്കൾ ഉൾപ്പെടെ നമുക്കറിയാം ആ ചെളിയിലും ആ പാറയിലും അടിയിലായി ഒട്ടനേകം പശുക്കൾ ഉൾപ്പെടെ മരണപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായതുകൊണ്ട് ക്ഷീരമേഖല ഉണർന്നു നിന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ് നമുക്ക് വയനാട് ജില്ലയിൽ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ഈ മേഖലയിൽ മിൽമയുടെ സഹായം, കേരള പോലീസിന്റെ സഹായം, മറ്റ് ഏജൻസി KNDBയുടെ സഹായം, എല്ലാവരുടെയും സഹായം. എ. പ്രഭാകരൻ MLA അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP, ഡോക്ടർ വർഗീസ് കുര്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ, മേഖലാ ചെയർമാൻമാരായ MT ജയൻ, മണി വിശ്വനാഥ്, MD ആസിഫ്, K. യൂസഫ്, മിൽമ ഫെഡറേഷൻ ചെയർമാൻ KS മണി, പർച്ചേസ് മാനേജർ T. ശ്രീകുമാർ, VS മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷീരകർഷകർക്കുള്ള വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ BJP CPM അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. ഉപതെരഞ്ഞെടുപ്പിൽ BJP വോട്ട് എവിടെ പോയെന്ന CPM അംഗങ്ങളുടെ ചോദ്യമാണ് BJP കൗൺസിലർമാരെ പ്രകോപിതരാക്കിയത്. ഒന്നാം സ്ഥാനം കൊതിച്ച് 2ാം സ്ഥാനത്ത് പോലും എത്താതെ 3ാം സ്ഥാനത്ത് തുടരുന്ന CPMന്റെ വേദന തങ്ങൾക്കറിയാമെന്ന് BJP കൗൺസിലർമാർ തിരിച്ചടിച്ചതോടെ സംഘർഷം രൂക്ഷമായി. BJP സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് വഴിവെച്ചത് BJP കൗൺസിലർമാരാണെന്ന് BJPയിലെ ഒരു നേതാവ് സംസ്ഥാന ഘടകത്തിന് പരാതി നൽകിയതായി വാർത്ത വന്നിരുന്നു. C. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായതിൽ വോട്ടർമാർക്ക് അതൃപ്തിയുണ്ടായതായി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പരസ്യ പ്രസ്താവനയും നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് നഗരസഭാ യോഗത്തിൽ BJP CPM അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത്. കൗൺസിൽ ഹാൾ ഏറെ നേരം സംഘർഷഭരിതമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. MLA
നിങ്ങൾ അങ്ങനെ വലിയ താഴൊന്നും വേണ്ട. MLA എല്ലാവർക്കും ഉള്ളതാ. അദ്ദേഹം പറഞ്ഞത് ആ കട ഉദ്ഘാടനം ചെയ്തത് MLA ആണെന്നേ പറഞ്ഞല്ലോ. അപ്പോഴേക്ക് നിങ്ങൾക്ക് ഇത്രയൊന്നും വലിയ പ്രശ്നമാവണ്ട. ഇത്രയൊന്നും സ്നേഹം രാഹുൽ മാങ്കൂട്ടത്തിനോട് കൊടുക്കണ്ട. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട ലോറി വൈദ്യുതി തൂണിലിടിച്ച് അപകടം, 5 പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ 8 മണിയോടെ മുണ്ടൂർ പഞ്ഞമൂല പരിസരത്തായിരുന്നു അപകടം. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്ന് മുണ്ടൂർ ഭാഗത്തേക്ക് വന്നിരുന്ന മിനി ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്കൂൾ ബസ് ലോറിക്ക് പിറകിൽ തട്ടുകയും ഇതേ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി വൈദ്യുതി കാലിൽ ഇടിക്കുകയുമായിരുന്നു. മിനി ലോറി ഡ്രൈവർ 36 വയസ്സുള്ള സ്മിജോയും 4 ഒറീസ സ്വദേശികളുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പരിക്കേറ്റ 5 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻഭാഗത്തിനും പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി തൂണ് തകർന്നു. 2 വീട്ടുകാരുടെ മതിലും കിണർമതിലും തകർന്നിട്ടുണ്ട്. സ്കൂൾ വാഹനത്തിനും ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷം പിന്നിട്ടിട്ടും ഇനിയും പ്രവർത്തനം ആരംഭിക്കാതെ മണ്ണൂർ പഞ്ചായത്തിലെ പകൽ വീട്. മണ്ണൂർ 1-ാം മൈൽ ഖാദിക്ക് സമീപം പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് പകൽ വീട് നിർമ്മിച്ചത്. പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് പകൽ വീട് പ്രവർത്തന സജ്ജമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് വാർഡംഗം അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. മണ്ണൂർ പഞ്ചായത്തിന്റെയും പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് പകൽ വീട് നിർമ്മിച്ചത്. വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ കഴിയുന്നവർക്ക് വാർദ്ധക്യകാലം ആസ്വദിക്കാനും ആനന്ദകരമാക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക ലക്ഷ്യമിട്ടാണ് പകൽ വീട് നിർമ്മിച്ചത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് പകൽ വീട് ഇന്നേ വരെ തുറന്നു പ്രവർത്തിക്കാനായില്ല. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം നാശത്തിലേക്ക് നീങ്ങുകയാണ്. ആവശ്യമായ ജീവനക്കാരെ നിയമിച്ച് പകൽ വീട് തുറന്നു പ്രവർത്തിക്കാൻ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ കൂടിയായ VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. യാതൊരു ഉപകാരവുമില്ലാതെ സാമൂഹ്യദ്രോഹികൾക്ക് ഒരു താവളമാക്കി മാറ്റി ഒന്നിനും പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലാക്കിയ ഈ നടപടി ജനങ്ങളെ അവഹേളിക്കലാണ്, ജനങ്ങളോടുള്ള ധിക്കാരമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരുപാട് വൃദ്ധർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ബിൽഡിംഗ് ഉണ്ടായിട്ടും അത് തുടങ്ങി വയ്ക്കാനോ ഒരു ഉദ്ഘാടനത്തിൽ മാത്രം അവസാനിപ്പിച്ച് അതിൻ്റെ ബാക്കിയുള്ള നടപടികളൊന്നും ചെയ്യാതെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ പകൽ വീട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വയനാട്ടിലെ ദുരന്തബാധിതരെ കേന്ദ്ര സർക്കാർ അവഗണിച്ചെന്നാരോപിച്ച് പട്ടാമ്പിയിൽ CPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം OK സൈതലവി പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ആളുകൾ ആ ദുരന്തത്തിൽ, വയനാട് മേഖലയിലെ ചൂരൽ മലയിലെ ദുരന്തത്തിൽ മരണപ്പെട്ടു. 170ഓളം വരുന്ന മൃതദേഹങ്ങൾ ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അവയവങ്ങളിലൂടെ മാത്രമാണ് 170ഓളം മൃതദേഹങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധ്യമായത്. 180ഓളം വരുന്ന വീടുകൾ പരിപൂർണമായി നഷ്ടപ്പെട്ടു. ഏകദേശം സംസ്ഥാന ഗവൺമെന്റും ദുരന്ത നിവാരണ കേന്ദ്രവും ഒരു പരിശോധന നടത്തിയപ്പോൾ 1300 കോടി രൂപയുടെ നഷ്ടമാണ് വയനാട് ചൂരൽ മലയിലെ ആ ദുരന്തത്തിലൂടെ നമുക്ക് അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പിന്നീട് അവതരിപ്പിച്ച കണക്കിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധ്യമായത്. പട്ടാമ്പിയിലെ SBIയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പട്ടാമ്പി തൃത്താല മണ്ഡലത്തിൽ നിന്നുമുള്ള പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരുന്നത്. പ്രതിഷേധ കൂട്ടായ്മയിൽ പരമൻ അധ്യക്ഷനായി. നൌഷാദ്, കൃഷ്ണകുമാർ, ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. 18ാമത് പ്രഭാതം ഭരത് ബാലൻകെ നായർ സ്മാരക നാടകോത്സവത്തിന്റെ 3ാം ദിനത്തിൽ കാണികളെ വിസ്മയിപ്പിച്ച് കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം. ഹേമന്ത് കുമാർ രചന നിർവഹിച്ച നാടകം രാജേഷ് ഇരളമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് കൊച്ചിൻ ചന്ദ്രകാന്തിയുടെ ഉത്തമന്റെ സങ്കീർത്തനം അരങ്ങിലെത്തും. 18ാമത് ഭരത് ബാലൻകെ നായർ സ്മാരക നാടകോത്സവത്തിന്റെ 3ാം ദിനത്തിൽ കാണികളെ വിസ്മയിപ്പിച്ച് കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം. ഓൾഡ് ജനറേഷൻ ചിലപ്പോഴൊക്കെ ന്യൂ ജനറേഷനേക്കാൾ ടെററാണെന്ന ടാഗ്ലൈനിൽ അരങ്ങിലെത്തിയ നാടകം
തുടക്കം മുതൽ അവസാനം വരെ ഓരോ കാണിയുടെയും ഉള്ളു നിറച്ചാണ് മുന്നേറുന്നത്. കണ്ടിട്ടൊരു പോലീസ് ഞാൻ മലയാളിയാണെന്നും കോഴിക്കോട്ടുകാരനാണെന്നും. പാട്രിയാർക്കിയുടെ കുരുക്കിൽ പെട്ടുപോകുന്ന സ്ത്രീകളുടെ അതിജീവനമാണ് വെളിച്ചത്തിന്റെ പ്രമേയം. വിവാഹ ജീവിതത്തിൽ കൃത്യമായ അഭിപ്രായം പറയാൻ സാധിക്കാതെ നിസ്സഹായായി മാറുന്ന സ്ത്രീകളെ തിരശ്ശീലയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനൊപ്പം അന്ധതയിൽ ജീവിക്കുന്ന സ്ത്രീകളെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നതോടെ തിരശ്ശീലയിൽ തെളിഞ്ഞ വെളിച്ചം ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് നിറഞ്ഞ വെളിച്ചം കൂടിയായി മാറുന്നു. രംഗസജ്ജീകരണവും അഭിനയിച്ചവരുടെ പ്രകടനങ്ങളുമൊക്കെ വെളിച്ചമെന്ന നാടകത്തെ കൂടുതൽ മികവുറ്റതാക്കി. ഹേമൻ കുമാർ രചന നിർവഹിച്ചിരിക്കുന്ന നാടകം രാജേഷ് ഇരുളമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നാടകോത്സവത്തിന്റെ 4ാം ദിനമായ ചൊവ്വാഴ്ച കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം അരങ്ങിലെത്തും. ന്യൂസ് സെന്റർ ഷൊർണൂർ. പത്രിപ്പാല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നെഹ്റു യുവകേന്ദ്രയുടെയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഭരണഘടനാ ദിനം ആചരിച്ചു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ എന്നുള്ളതാണ്. ലോകത്ത് വ്യത്യസ്തതകളും വൈവിധ്യങ്ങളുമുള്ള ഒട്ടനേകം രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം സവിശേഷമായിട്ടുള്ള പ്രാധാന്യം ഇന്ത്യക്ക് ലഭിക്കുന്നത് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ ഭാഗമായിട്ടാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനാകും, 2 നൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈദേശിക ശക്തികളുടെ ആധിപത്യത്തിനെതിരായിട്ടുള്ള അതിശക്തമായ ചെറുത്തുനിൽപ്പ്, ചെറുതും വലുതുമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ എല്ലാം നടന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. പ്രിൻസിപ്പൽ ഡോക്ടർ ജയരാമൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KR കനകരാജ് സെമിനാർ നയിച്ചു. തുടർന്ന് ഭരണഘടനയുടെ ആമുഖം പ്രേംകുമാർ MLA പ്രിൻസിപ്പലിന് കൈമാറി. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ PV അനിൽകുമാർ, നാഷണൽ യൂത്ത് വളണ്ടിയർ S ശരത്, കോളേജ് യൂണിയൻ ചെയർമാൻ KB അഖിൽ എന്നിവർ സംസാരിച്ചു. ഭരണഘടനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഭരണഘടനാ പ്രതിജ്ഞയും പദയാത്രയും നടന്നു. NYK ഡിസ്ട്രിക്ട് യൂത്ത് ഓഫീസർ C ബിൻസി സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ V അജിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. കർഷക ട്രേഡ് യൂണിയൻ ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് KSSPU ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രകടനം നടത്തിയത്. പ്രകടനത്തിന് ശേഷം നടന്ന വിശദീകരണ യോഗം ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ES കൃഷ്ണൻ, P ഗംഗാധരൻ, ഭവദാസനുണ്ണി മാസ്റ്റർ, K ശങ്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയാടിസ്ഥാനത്തിൽ നടക്കുകയാണ്. അവരിതിന്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള മാർച്ച് നടത്താനാണ്. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുടെ മുമ്പിൽ ധർണ നടത്താനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ വിക്ടോറിയ കോളേജിന്റെ മുമ്പിൽ നമ്മുടെ ജില്ലയിലുള്ള ആകെയുള്ള ട്രേഡ് യൂണിയനുകളും കർഷക സംഘടനകളും അവിടെ ഒത്തുചേർന്നുകൊണ്ട് പ്രകടനമായി കട്ട് പോസ്റ്റ് ഓഫീസിന്റെ അവിടേക്ക് മാർച്ച് നടത്താനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പത്രിപ്പാല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും പത്രിപ്പാല NMC ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാനിത ഉദ്ഘാടനം ചെയ്തു. ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ നിരവധിയായ ക്യാമ്പുകളെല്ലാം തന്നെ സ്വതന്ത്രമായിട്ട് നടത്തുന്നുണ്ട് എങ്കിലും നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം NSSുമായി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നത് നമുക്കിത് ആദ്യമായിട്ടാണ്. എന്തായാലും ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രാവിലെ 9 മണി സമയം പറഞ്ഞു, 1 മണി വരെയാണ് നമ്മൾ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആളുകളെല്ലാം തന്നെ വരും. 1 മണി സമയം ഉണ്ടാവും. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ ആളുകളെല്ലാം വരും. ഇപ്പോൾ വിവിധ തരത്തിലുള്ള ഡോക്ടർമാരെല്ലാം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. വാർഡംഗം A ശിഹാബ് മുഖ്യ അതിഥിയായി.
SMC ചെയർമാൻ സന്തോഷ് കുമാർ, പ്രിൻസിപ്പൽ MM രമ്യ, പ്രധാനാധ്യാപിക T അനിത, ആശുപത്രി മാനേജർ സതീഷ് പുഴിക്കുന്ന്, ജനറൽ മാനേജർ മാധവൻകുട്ടി, ഡോക്ടർ ജ്യോതി മുരുകൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിനെക്കുറിച്ച് സതീഷ് പുഴിക്കുന്ന്, മാധവൻകുട്ടി എന്നിവർ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ ഡോക്ടർ പ്രമോദ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി M രതീഷ് നന്ദിയും പറഞ്ഞു. 200-ലേറെ പേർ ക്യാമ്പിൽ പങ്കെടുത്തു. വിദഗ്ധ ഡോക്ടർമാരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. NSS വോളണ്ടിയർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്ന നാടോടികൾക്കിടയിലേക്ക് പാഞ്ഞുകയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 7 പേർക്ക് പരിക്ക്, 3 പേരുടെ നില ഗുരുതരം. ലൈസൻസ് ഇല്ലാത്ത ക്ലീനറാണ് മദ്യലഹരിയിൽ വാഹനമോടിച്ചിരുന്നതെന്ന് പോലീസ്. മനഃപൂർവമായ നരഹത്യയ്ക്ക് കേസെടുത്തു. തൃശൂർ മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട ലോറി വൈദ്യുതി തൂണിലിടിച്ച് 5 പേർക്ക് പരിക്ക്. ക്ഷീരമേഖലയുടെ ഉന്നമനത്തിനായി മിൽമ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സർക്കാർ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. പശു വളർത്തൽ ജീവിതത്തിന്റെ ഭാഗമാകണം. ഫാമുകൾക്ക് വേണ്ട ലോൺ സൗകര്യം ഉൾപ്പെടെ എല്ലാ സാഹചര്യങ്ങളും സർക്കാർ ഒരുക്കുമെന്നും മന്ത്രി. ദേശീയ ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട്. പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ BJP CPM കൗൺസിലർമാർ ഏറ്റുമുട്ടി. കയ്യാങ്കളിയിൽ കലാശിച്ചത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാക്കേറ്റം. BJP കൗൺസിലർമാരെ പ്രകോപിതരാക്കിയത് തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് എവിടെ പോയെന്ന CPM കൗൺസിലർമാരുടെ പരിഹാസം. ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷം പിന്നിട്ടിട്ടും മണ്ണൂരിലെ പകൽവീട് അടഞ്ഞുകിടക്കുന്നു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ ഏകോപനത്തിൽ പകൽവീട് ഒരുക്കിയത് 1-ാം മൈൽ ഗാദിക്ക് സമീപം. പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് പകൽവീട് പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യം ശക്തം. പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിൽ പ്രേക്ഷക പ്രശംസ നേടി കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം മുന്നോട്ട് വെച്ചത് ശക്തമായ സ്ത്രീപക്ഷ നിലപാട്. ഇന്ന് വൈകിട്ട് 7-ന് കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.